മോണിക്കുട്ടികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി ഫംഗ്ഷൻസിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം പഠിച്ചായിരുന്നു അല്ലേ? കുറേ പ്രോപ്പർട്ടീസ് പഠിച്ചില്ലേ? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് ഒക്കെ ഉള്ളത് പ്രൂവ് ചെയ്തായിരുന്നു. അപ്പം നമ്മൾക്കിനി അതിനെ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ച കുറച്ച് റിസൾട്ട് ഒന്ന് ഓർത്ത് വെക്കണം. അത് ഓർത്താലേ നമുക്ക് പലതും പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഇപ്പം നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ സിംപ്ലിഫൈ ചെയ്യാനായിട്ട് 2x × √1 - x² ഈ ഫോമിൽ തന്നാൽ ഇതിൻ്റെ വെളിയിൽ സൈൻ ഇൻവേഴ്സോ കോസ് ഇൻവേഴ്സോ എന്തെങ്കിലും കാണും കേട്ടോ. സൈൻ ഇൻവേഴ്സ് ഓഫ് 2x × √1 - x² അല്ലെങ്കിൽ കോസ് ഇൻവേഴ്സ് ഓഫ് 2x × √1 - x². ആ ഫോമിൽ തന്നാൽ, അങ്ങനെ തന്നാൽ നമ്മൾ ഇത് സിംപ്ലിഫൈ ചെയ്യണം. ഇത് സിംപ്ലിഫൈ ചെയ്യണം, എക്സിനൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. അപ്പോൾ അതേത് കൊടുക്കണം എന്നുള്ള, അതായത് നമ്മളിവിടെ കൊടുക്കുമ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യാൻ പാകത്തിന് ഒരു ട്രിഗ്നോമെട്രിക് ഇക്വേഷനായിട്ട് വരണം. 2x × √1 - x² എന്ന് കണ്ടാൽ നമുക്ക് വേണമെങ്കിൽ എക്സിന് ഒന്നെങ്കിൽ സൈൻ തീറ്റ കൊടുക്കാം. അത് രണ്ട് രീതി ചെയ്യാവേ. 2x × √1 - x², രണ്ട് രീതിയിലും ചെയ്യാം. ഒന്നെങ്കിൽ എക്സിന് കോസ് തീറ്റയും കൊടുക്കാം, ഒന്നെങ്കിൽ എക്സിന് സൈൻ തീറ്റ കൊടുക്കാം, അല്ലെങ്കിൽ എക്സിന് കോസ് തീറ്റ കൊടുക്കാം. എന്ത് കൊടുത്താലും നമുക്ക് എക്സ് സൈൻ തീറ്റ ആണെങ്കിൽ തീറ്റ എന്ന് പറയുന്നത് തീറ്റ സൈനിനെ കൊണ്ടുവരുമ്പോൾ സൈൻ ഇൻവേഴ്സ് എക്സ് ആവും. അപ്പം നമുക്ക് ആദ്യം എക്സിന് സൈൻ തീറ്റ കൊടുക്കാം. അപ്പം നമുക്ക് 2x സൈൻ തീറ്റ കൊടുത്തു, √1 - x² sin² തീറ്റ ഇങ്ങനെയുണ്ട്. ഇനി 2 സൈൻ തീറ്റ × 1 - sin² തീറ്റ എന്ന് വെച്ചാൽ ഐഡന്റിറ്റി പഠിച്ചതല്ലേ, sin² തീറ്റയും cos² തീറ്റയും കൂടെ ആഡ് ചെയ്യുമ്പോൾ 1 കിട്ടും. ഇപ്പോൾ sin² തീറ്റ എന്ന് പറഞ്ഞാൽ 1 - cos² തീറ്റ ആയിരിക്കും. അതുപോലെ cos² തീറ്റ എന്ന് പറഞ്ഞാൽ 1 - sin² തീറ്റ. അപ്പോൾ 1 - sin² തീറ്റയ്ക്ക് പകരം നമുക്ക് cos² തീറ്റ എന്ന് കൊടുക്കാം. അപ്പോൾ റൂട്ട് ഉള്ളതുകൊണ്ട് റൂട്ട് cos² തീറ്റ എന്ന് പറഞ്ഞാൽ റൂട്ടും സ്ക്വയറും കൂടെ വരുമ്പോൾ അതങ്ങ് ക്യാൻസൽ ചെയ്ത് പോയിട്ട് 2 സൈൻ തീറ്റ കോസ് തീറ്റ വരും. കണ്ടോ, 2 സൈൻ തീറ്റ കോസ് തീറ്റ ട്രിഗ്നോമെട്രി പഠിച്ചതാണ്. 2 sin x cos x, sin 2x റിസൾട്ടാണ് sin 2x = 2 sin x cos x. അപ്പോൾ എക്സിൻ്റെ സൈനോട് തീറ്റ 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പറയുന്നപ്പോൾ sin 2 തീറ്റ വരും. കണ്ടോ, അപ്പോൾ 2x × √1 - x² ഫോമിൽ വന്നാൽ നിങ്ങൾക്ക് എക്സിന് വേണേൽ സൈൻ തീറ്റ എന്ന് കൊടുക്കാം. അത് സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ sin 2 തീറ്റ എന്ന് കിട്ടും. അതുപോലെ ഇവിടെ നമുക്ക് എക്സിന് വേണേൽ കോസ് തീറ്റയും കൊടുക്കാം. കോസ് തീറ്റ കൊടുത്താൽ 2 cos തീറ്റ × √1 - cos² തീറ്റ എന്ന് വരും. √1 - cos² തീറ്റ എന്ന് പറയുമ്പോൾ sin² തീറ്റ വരും. 2 cos തീറ്റ × √sin² തീറ്റ. sin² തീറ്റയുടെ റൂട്ട് എടുക്കുമ്പോൾ സൈൻ തീറ്റ വരും. 2 cos തീറ്റ × sin തീറ്റ. അതായത് 2 സൈൻ തീറ്റ കോസ് തീറ്റ തന്നെ വരും. സൈൻ തീറ്റ ആദ്യം എഴുതാം നമുക്ക്, അതായത് എഴുതിയാലും കുഴപ്പമില്ല. 2 സൈൻ തീറ്റ കോസ് തീറ്റ തന്നെ പിന്നെ sin 2 തീറ്റയിലേക്ക് തന്നെ വരും. അപ്പോൾ നിങ്ങൾക്ക് 2x × √1 - x² വരുമ്പോൾ ഒന്നെങ്കിൽ എക്സിന് സൈൻ തീറ്റ കൊടുക്കാം, അല്ലെങ്കിൽ എക്സിന് കോസ് തീറ്റ കൊടുക്കാം. എന്ത് കൊടുത്താലും sin 2 തീറ്റയെ കിട്ടത്തുള്ളൂ. ഇനി അടുത്തത് ഇതിപ്പോൾ 1 2. ഇനി മൂന്നാമത്തേത് 3x - 4x³ വന്നാൽ അതുകൊണ്ട് തിരിച്ചുണ്ട് 4x³ - 3x ഉണ്ട്. ഇവിടെ നിങ്ങൾ എക്സിന് ഏത് കൊടുക്കണം നോക്കുക. കൊടുക്കുമ്പോൾ ട്രിഗ്നോമെട്രിക്ക് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു റിസൾട്ടിലേക്ക് വരണം. അപ്പോൾ 3x - 4x³ എന്ന് പറഞ്ഞാൽ എക്സിന് സൈൻ തീറ്റ കൊടുത്താൽ മതി. എക്സിന് സൈൻ തീറ്റ കൊടുത്താൽ 3 സൈൻ തീറ്റ - 4 sin³ തീറ്റ എന്ന് വരും. 3 സൈൻ തീറ്റ - 4 sin³ തീറ്റ ഓർക്കുന്നുണ്ടോ? 3 sin x - 4 sin³ x, അത് sin 3x ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് sin 3x പകരം തീറ്റ കൊടുക്കാം. sin 3 തീറ്റയുടെ ആൻസർ ആയിരുന്നു 3 sin തീറ്റ - 4 sin³ തീറ്റ. 3x - 4x³ കൊടുത്താൽ എക്സിന് സൈൻ തീറ്റ എന്ന് കൊടുത്ത് നിങ്ങൾ സിംപ്ലി sin 3 തീറ്റ എന്ന് കിട്ടും. ഇതിന് വെളിയിൽ ചിലപ്പോൾ സൈൻ ഇൻവേഴ്സോ കോസ് ഇൻവേഴ്സോ വരാം കേട്ടോ. സൈൻ ഇൻവേഴ്സും വരാം, കോസ് ഇൻവേഴ്സും വരാം. അപ്പോൾ വെളിയിൽ സൈൻ ഇൻവേഴ്സ് ആണെങ്കിൽ sin ഇൻവേഴ്സ് ഓഫ് 3x - 4x³ വരും. അപ്പോൾ സൈൻ ഇൻവേഴ്സോ sin 3 തീറ്റ തരും. സൈൻ ഇൻവേഴ്സും സൈനും ഐഡന്റിറ്റി ഫംഗ്ഷനായിട്ട് മാറും. അത് ക്യാൻസൽ ചെയ്ത് പോയിക്കോളും. പിന്നെ 3 തീറ്റ മാത്രമേ വരുള്ളൂ. 3 തീറ്റയുടെ ആൻസർ തീറ്റയ്ക്ക് വരെ നമ്മൾ ഇവിടെ എക്സ് സൈൻ തീറ്റ ചെയ്തേ, അപ്പം തീറ്റ സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് വരും. അപ്പോൾ അത് നമുക്ക് പ്രോബ്ലത്തിൽ അത് വരുന്നുണ്ട്. ഇനി 4x³ - 3x വരുമ്പോൾ എന്ത് കൊടുക്കണം എന്നറിയാമോ? എക്സിന് കോസ് തീറ്റ ആണ് ഇവിടെ കൊടുക്കേണ്ടത്. 4x³ ആദ്യം വന്നാൽ കോസ് തീറ്റയും 3x ആദ്യം വന്നാൽ സൈൻ തീറ്റയും കൊടുക്കുന്നത് ഓർക്കണം. അപ്പോൾ 4x³ വരെ cos³ തീറ്റ -3x വരെ കോസ് തീറ്റ. 4 cos³ തീറ്റ - 3 cos തീറ്റ എന്ന് പറയുന്നത് cos 3 തീറ്റയുടെ ആൻസറാണ്. അപ്പോൾ ഇത് ഈ ഫോം കാണുമ്പോഴേ സബ്സ്റ്റിറ്റ്യൂഷൻ ഓർത്തെഴുതണം. എന്നിട്ട് അത് വെച്ച് ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്തെടുക്കണം. ഇനി അടുത്തത് 3x - x³ / 1 - 3x². ഇത് വന്നാൽ
3x മൈനസ് എക്സ് ക്യൂബ് ബൈ 1 മൈനസ് 3x സ്ക്വയർ എന്ന് വന്നാൽ എക്സിന് ഏത് കൊടുക്കണമെന്ന് അറിയാമോ? എക്സിന് ടാൻ തീറ്റയാണ് കൊടുക്കണ്ടേ. എക്സിന് ടാൻ തീറ്റ കൊടുക്കുക. അപ്പം 3 ടാൻ തീറ്റ മൈനസ് ടാൻ ക്യൂബ് തീറ്റ ബൈ 1 മൈനസ് 3 ടാൻ സ്ക്വയർ തീറ്റ. ഇത് ഏതിൻ്റെ റിസൾട്ട് ആണെന്നറിയാമോ? 3 ടാൻ എക്സ് മൈനസ് ടാൻ ക്യൂബ് എക്സ് ബൈ 1 മൈനസ് 3x സ്ക്വയർ. ടാൻ 3x ഇല്ല, ടാൻ 3x. എക്സ് മാറി തീറ്റ വരണം. ടാൻ 3 തീറ്റയുടെ എക്സ്പാൻഷനാണത്. ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മൾ 1 മൈനസ് എക്സ് സ്ക്വയർ വന്നപ്പം 1 മൈനസ് എക്സ് സ്ക്വയർ വന്നപ്പോഴത്തേക്ക് നമ്മൾ എക്സിന് സൈൻ തീറ്റ എന്ന് കൊടുത്തു അല്ലേ? സൈൻ തീറ്റയോ കോസ് തീറ്റയോ കൊടുക്കാമെന്ന് പറഞ്ഞു. 2x × √1 മൈനസ് എക്സ് സ്ക്വയർ. √1 മൈനസ് എക്സ് സ്ക്വയർ വരുമ്പോൾ എക്സിന് സൈൻ തീറ്റയോ കോസ് തീറ്റയോ കൊടുക്കാം. അതുപോലെ തന്നെ വേറെ ഉണ്ട് 1 പ്ലസ് എക്സ് സ്ക്വയർ വന്നാൽ റൂട്ട് കാണുമോ റൂട്ട് കാണാതിരിക്കുകയോ ചെയ്തോട്ടെ. 1 പ്ലസ് എക്സ് സ്ക്വയർ വരുമ്പോഴും നമുക്കിവിടെ രണ്ടെണ്ണം കൊടുക്കാം. √1 പ്ലസ് എക്സ് സ്ക്വയർ വന്നാൽ ഒന്നെങ്കിൽ എക്സിന് ടാൻ തീറ്റ കൊടുക്കാം, അല്ലെങ്കിൽ എക്സിന് കോട്ട് തീറ്റയും കൊടുക്കാം. ടാൻ തീറ്റയോ കോട്ട് തീറ്റയോ ഏത് വേണമെങ്കിലും കൊടുക്കാം. എക്സിന് ടാൻ തീറ്റ കൊടുത്താൽ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ വരും. നമ്മൾ ഈ ഐഡന്റിറ്റി എല്ലാം പഠിച്ചതാണ്. 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്ന് വെച്ചാൽ സീക്ക് തീറ്റ, സീക്ക് സ്ക്വയർ തീറ്റ വരും. റൂട്ട് സീക്ക് സ്ക്വയർ തീറ്റ, റൂട്ട് എടുക്കുമ്പോൾ സീക്ക് തീറ്റ വരും. ടാനും സീക്കും 1ഉം കൂടെയാണ് ഇക്വേഷൻ. ടാനും സീക്കും 1ഉം, അതിലെ സി കാണുന്നത്. അപ്പോൾ സീക്ക് കാണുമ്പോൾ മാത്രം ആഡ് ചെയ്യണം. സൈന് കോസ് 1ൽ 1 ആണ് വരുന്നത്. അതുകൊണ്ടാണ് സൈൻ സ്ക്വയർ പ്ലസ് കോസ് സ്ക്വയർ = 1 വന്നത്. ബാക്കി രണ്ടും കാണുമ്പോൾ സൈൻ സ്ക്വയർ കാണുമ്പോൾ വലിയ 1ൽ നിന്ന് കോസ് സ്ക്വയർ കുറയ്ക്കണം. കോസ് സ്ക്വയർ കാണുന്നെങ്കിൽ വലിയ 1ൽ നിന്ന് സൈൻ സ്ക്വയർ കുറയ്ക്കണം. അതുപോലെ അടുത്ത കോമ്പിനേഷൻ 1ഉം ടാനും സീക്കുമാണ്. അതിലേറ്റവും വലുത് സീക്കാണ്. അപ്പോൾ സീക്ക് കാണുമ്പോൾ സീക്ക് സ്ക്വയർ തീറ്റ കാണുമ്പോൾ 1ഉം ടാൻ സ്ക്വയറും കൂടെ ആഡ് ചെയ്യണം. ബാക്കി രണ്ടും കാണുമ്പോൾ സീക്കിൽ നിന്ന് കുറയ്ക്കണം. 1 ആണെങ്കിൽ സീക്ക് സ്ക്വയർ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ, ടാൻ സ്ക്വയർ തീറ്റ ആണെങ്കിൽ സീക്ക് സ്ക്വയർ തീറ്റ മൈനസ് 1. ഇനി ഇങ്ങനെ ഇവിടെ നമുക്ക് കോട്ട് തീറ്റ വേണമെങ്കിലും കൊടുക്കാം. 1 പ്ലസ് കോട്ട് സ്ക്വയർ തീറ്റ. 1 കോട്ട് കൊസീക്ക്, അതാ കോമ്പിനേഷൻ. അതിൽ വലുത് കൊസീക്കാം. അപ്പം വലുത് കാണുമ്പോൾ ആഡ് ചെയ്യണം. കൊസീക്ക് സ്ക്വയർ തീറ്റ വരും. അതിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ കൊസീക്ക് തീറ്റ വരും. ഇതിലേത് വേണമെങ്കിലും എഴുതാം. 1 പ്ലസ് എക്സ് സ്ക്വയർ വരുമ്പോൾ ടാൻ തീറ്റ വേണമെങ്കിലും കൊടുക്കാം, കോട്ട് തീറ്റ വേണമെങ്കിലും കൊടുക്കാം, ഇഷ്ടമുള്ളത് കൊടുക്കാം. ഇനി അപ്പോൾ 1 പ്ലസ് എക്സ് സ്ക്വയർ ആയി, 1 മൈനസ് എക്സ് സ്ക്വയർ ആയി. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്, എക്സ് സ്ക്വയർ മൈനസ് 1 കൂടെ ഉണ്ട്. അടുത്ത എക്സ് സ്ക്വയർ മൈനസ് 1, അതിനും രണ്ടെണ്ണം കൊടുക്കാവേ. റൂട്ട് എക്സ് സ്ക്വയർ മൈനസ് 1, റൂട്ട് എക്സ് സ്ക്വയർ മൈനസ് 1 വരുമ്പോഴും രണ്ടെണ്ണം കൊടുക്കാം. ഒന്നെങ്കിൽ എക്സിന് സീക്ക് തീറ്റ കൊടുക്കാം, അല്ലെങ്കിൽ എക്സിന് കൊസീക്ക് തീറ്റ കൊടുക്കാം. എക്സിന് സീക്ക് തീറ്റ കൊടുക്കുമ്പോഴത്തേക്കും സീക്ക് സ്ക്വയർ മൈനസ് 1, സീക്ക് സ്ക്വയർ തീറ്റ മൈനസ് 1 അല്ലേ? സീക്ക് സ്ക്വയർ വലുതാണ്. അതിൻ്റെ 1 സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ടാൻ സ്ക്വയർ തീറ്റ കിട്ടും. റൂട്ട് ടാൻ സ്ക്വയർ തീറ്റ, അതായത് ടാൻ തീറ്റ വരും. റൂട്ട് എക്സ് സ്ക്വയർ മൈനസ് 1, അപ്പോൾ എക്സിന് സീക്ക് തീറ്റ കൊടുത്ത് ടാൻ തീറ്റ കിട്ടും. ഇവിടെ വേണമെങ്കിൽ കൊസീക്ക് സ്ക്വയർ തീറ്റ, കൊസീക്ക് തീറ്റ വേണമെങ്കിലും കൊടുക്കാം. കൊസീക്ക് സ്ക്വയർ തീറ്റ മൈനസ് 1, അപ്പോൾ റൂട്ട് കോട്ട് സ്ക്വയർ തീറ്റ വരും. കൊസീക്ക് സ്ക്വയറിൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ കോട്ട് സ്ക്വയർ, അപ്പോൾ ആൻസർ കോട്ട് തീറ്റ എന്ന് കിട്ടും. ഇനി ഒരു സെറ്റും കൂടി ഉണ്ട്. അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ പ്രോപ്പർട്ടി പ്രൂവ് ചെയ്യാൻ ഉപയോഗിച്ചതാണ്. 2x ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ, 1 മൈനസ് എക്സ് സ്ക്വയർ ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ, 2x ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ. ഇത് ടാനിൻ്റെ 2 ടാൻ ഇൻവേഴ്സ് എക്സ് പ്രൂവ് ചെയ്തതല്ലേ? അപ്പോൾ അതിൻ്റെ അകത്ത് ഉള്ളത് നമ്മളത് യൂസ് ചെയ്താണ്. ഇതിലേത് വന്നാലും എക്സിന് ടാൻ തീറ്റ കൊടുക്കണം. എക്സിന് ടാൻ തീറ്റ കൊടുത്താൽ മതി ഇതിലേത് വന്നാലും. അപ്പം 2x ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ വരുമ്പോഴത്തേക്കും 2 ടാൻ തീറ്റ ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ വരും. അത് നമുക്ക് ദാറ്റ് ഈസ് 2 ടാൻ തീറ്റ ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ അറിയാമല്ലോ, സൈൻ 2 തീറ്റയാണ്. അതുപോലെ 1 മൈനസ് എക്സ് സ്ക്വയർ ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ വന്നാൽ 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ വരും. അത് കോസ് 2 തീറ്റയാണ്. ഈ 2x ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ വന്നാൽ 2 ടാൻ തീറ്റ ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ, അത് ടാൻ 2 തീറ്റയാണ്. അപ്പോൾ ഇതിലേത് വന്നാലും ടാൻ തീറ്റയാണ് കൊടുക്കുന്നത്. ആദ്യത്തെ ആൻസർ സൈൻ 2 തീറ്റ കിട്ടും, രണ്ടാമത്തെ ആൻസർ കോസ് 2 തീറ്റ കിട്ടും, മൂന്നാമത്തെ ആൻസർ ടാൻ 2 തീറ്റ എന്ന് കിട്ടും. അങ്ങനെ അത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ ഇതെല്ലാം മനസ്സിലുണ്ടായിരിക്കണം. ഈ റിസൾട്ടുകളെല്ലാം ഓർത്ത് വെക്കണം. അന്നേരമേ നമുക്ക് പിന്നെ ഇത് ഓർത്ത് വെച്ചാലേ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ശരിക്കും പഠിച്ചു വെക്കുക. നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. നമ്മുടെ പ്രോബ്ലത്തിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. പ്രൂവ് ദാറ്റ്
Prove that 3 sin inverse x equal to sin inverse of 3x minus 4x cube. Prove that 3 sin inverse x equal to sin inverse of 3x minus 4x cube. നമുക്ക് RHS കണ്ടുപിടിക്കാം. അതിൻ്റെ ആൻസർ ചെയ്യുമ്പോൾ LHS കിട്ടിയാൽ മതി. റൈറ്റ് സൈഡ് ആദ്യം ചെയ്യാം. സൈൻ ഇൻവേഴ്സ്, കാരണം 3 സൈൻ ഇൻവേഴ്സ് എക്സ് നമുക്ക് എടുത്താൽ മുന്നോട്ട് പോകാൻ പറ്റില്ല, അവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. റൈറ്റ് സൈഡിലാണ് കുറേ ഉള്ളത്, അപ്പോൾ അത് വേണം എടുത്ത് ചെയ്യാൻ. സൈൻ ഇൻവേഴ്സ് ഓഫ് 3x മൈനസ് 4x ക്യൂബ്, ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യാൻ പോകാം. സൈൻ ഇൻവേഴ്സ് ഓഫ് 3x മൈനസ് 4x ക്യൂബ് സിംപ്ലിഫൈ ചെയ്യുക. അപ്പോൾ 3x മൈനസ് 4x ക്യൂബ് കാണുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ ഓർക്കുന്നുണ്ടോ? എക്സിന് സൈൻ തീറ്റ എന്ന് വേണം കൊടുക്കാൻ. ദെൻ തീറ്റ ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ്. നമ്മൾ ഇവിടെ പുട്ട് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ തീറ്റ. നമ്മൾ ചെയ്യാൻ എളുപ്പത്തിനാണ് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ തീറ്റയിലേക്ക് കൊണ്ടുവരുന്നത്. നമ്മുടെ സ്റ്റെപ്പ് ഒന്ന് സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ടാണ്. ആവശ്യം കഴിഞ്ഞാൽ തിരിച്ച് നമ്മുടെ എക്സിലേക്ക്, നമ്മുടെ ഒറിജിനൽ ക്വസ്റ്റ്യൻ്റെ അകത്ത് എക്സ് ആവുള്ളത്, ഫൈനൽ ആൻസറിൻ്റെ അകത്ത് എക്സേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ തിരിച്ച് തീറ്റയെ എക്സിലേക്ക് കൊണ്ടുവന്നോണം. അതുകൊണ്ടാണ് തിരിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് 3x, എക്സിന് പകരം 3 സൈൻ തീറ്റ മൈനസ് 4x ക്യൂബ്, എക്സ് ക്യൂബിന് പകരം സൈൻ ക്യൂബ് തീറ്റ. ഈ റിസൾട്ട് ഓർക്കുന്നുണ്ടല്ലോ, 3 സൈൻ തീറ്റ മൈനസ് 4 സൈൻ ക്യൂബ് തീറ്റ, ദാറ്റ് ഈസ് സൈൻ 3 തീറ്റ. അപ്പോൾ നമുക്കതിനെ സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 3 തീറ്റ എന്ന് എഴുതാം. സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 3 തീറ്റ, സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 3 തീറ്റ തരും. സൈൻ ഇൻവേഴ്സും സൈനും ഐഡന്റിറ്റി ആയിട്ട് മാറിക്കോളും. സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 3 തീറ്റ ഇത് ക്യാൻസൽ ചെയ്ത് ഐഡന്റിറ്റി ആയിട്ട് മാറിയിട്ട് മിച്ചം ഇവിടെ 3 തീറ്റ മാത്രം വരും. ഇനി തീറ്റയ്ക്ക് വാല്യൂ കൊടുക്കുക. തീറ്റയുടെ വാല്യൂ ഉള്ള സൈൻ ഇൻവേഴ്സ് എക്സ്, 3 സൈൻ ഇൻവേഴ്സ് എക്സ് കിട്ടിയില്ലേ? സൈൻ ഇൻവേഴ്സ് ഓഫ് 3x മൈനസ് 4x ക്യൂബ് RHS എടുത്തു, സിംപ്ലിഫൈ ചെയ്തപ്പോൾ 3 സൈൻ ഇൻവേഴ്സ് എക്സ് LHS കിട്ടി. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള LHS എടുത്ത് വേണം ചെയ്യാം, RHS എടുത്ത് വേണം ചെയ്യാം, എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. ഇങ്ങനെ വളരെ സിമ്പിളാണ്. ശരിക്കും ഇത് 3x മൈനസ് 4x ക്യൂബ് എന്ന് കാണുമ്പോൾ സൈൻ തീറ്റ കൊടുത്ത് ഇങ്ങനെ വരുമെന്നൊന്ന് അറിഞ്ഞാൽ മാത്രം മതി. ഈ ക്വസ്റ്റിന് 3 മാർക്കിൻ്റെ ക്വസ്റ്റിനാണ്. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്, പഠിച്ചോണേ. അടുത്ത ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൂവ് ദാറ്റ് ടാൻ ഇൻവേഴ്സ് ഓഫ് 2/11 പ്ലസ് ടാൻ ഇൻവേഴ്സ് 7/24 ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 1/2. രണ്ട് ടാൻ ഇൻവേഴ്സിന്റെ സമ്മിനെ നമ്മൾ ഒറ്റ ടാൻ ഇൻവേഴ്സിലേക്ക് കൊണ്ടുപോകുക. രണ്ട് ടാൻ ഇൻവേഴ്സ് ഉണ്ട്. ടാൻ ഇൻവേഴ്സ് 2/11 ടാൻ ഇൻവേഴ്സ് 7/24 രണ്ടെണ്ണം ഉണ്ട്. അത് ആഡ് ചെയ്ത് ഒരു സിംഗിൾ ടാൻ ഇൻവേഴ്സിൽ കൊണ്ടുപോകണം. അതിന് നമ്മുടെ ഒരു റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ, രണ്ട് ടാൻ ഇൻവേഴ്സ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് വൈ ബൈ 1 മൈനസ് എക്സ്. ഒറ്റ ടാൻ ഇൻവേഴ്സിലേക്ക് മാറ്റുക. ഇവിടെ പ്ലസ് വേണേലും വരാം, മൈനസ് വേണേലും വരാം. പ്ലസ് വന്നാൽ പ്ലസിൻ്റെ ഇക്വേഷൻ എടുക്കാം, മൈനസ് വന്നാൽ മൈനസിൻ്റെ ഇക്വേഷൻ എടുക്കാം. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡ് എടുക്കാം. ടാൻ ഇൻവേഴ്സ് ഓഫ് 2/11 പ്ലസ് ടാൻ ഇൻവേഴ്സ് ഓഫ് 7/24 ഈക്വൽ ടു, ഇതിപ്പോൾ ഏത് ഫോമിലാണ് കിടക്കുന്നത്? ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ ഫോമിലാണ്. എക്സ് എന്ന് പറയുന്നത് 2/11ഉം വൈ എന്ന് പറയുന്നത് 7/24. എക്സിന് വരെ നിങ്ങൾക്ക് 2/11 കൊടുക്കാം, വൈക്ക് വരെ 7/24 കൊടുക്കാം. ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈയുടെ ആൻസർ എന്താണ്? ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് വൈ ബൈ 1 മൈനസ് എക്സ് വൈ, ഇതാണ് അതിൻ്റെ ആൻസർ. നമുക്ക് എക്സിനും വൈക്കും വാല്യൂ കൊടുക്കാം. എക്സിന് പകരം ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സിന് പകരം ഇവിടെ കിടക്കുന്ന 2/11 പ്ലസ് വൈക്ക് പകരം 7/24 ഹോൾ ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് വൈ. എക്സ് വൈ ഒരുമിച്ചാണ്, അപ്പം ബ്രാക്കറ്റിൽ കൊടുക്കാം. എക്സിന് പകരം 2/11 ഇൻറ്റു വൈക്ക് പകരം 7/24 അങ്ങനെ കണ്ടു. ഇനി നമുക്കത് ഇനിയിപ്പം ടാൻ ഇൻവേഴ്സ് വെളിയിലാണ് കടന്നോട്ടെ. ഈ അകത്ത് കിടക്കുന്നതിന് സിംപ്ലിഫൈ ചെയ്താൽ മതി. അത് നിങ്ങൾ 10ാം ക്ലാസ്സിൻ്റെ 9-ലൊക്കെ പഠിച്ചാണ്. ആ മെത്തേഡ് വെച്ച് സിംപ്ലിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ. നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ്, നമുക്ക് ആദ്യം ഒന്നുകൂടി ശരിയാക്കിയത്, ന്യൂമറേറ്റർ 2/11ഉം 7/24ഉം തന്നെ. ഡിനോമിനേറ്റർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിടാം. 1 ആദ്യം വരുന്നത്. 1നെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഇട്ടാൽ 1/1 എന്നിടാം. ഏത് നമ്പറിനെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും എഴുതാം ബൈ 1 ഇട്ടാൽ മതി. മൈനസ് ഇതിപ്പം 2/11ഉം 7/24 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാനാണ്. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് ഒന്നാക്കി എഴുതാം. ഇവിടെ നിങ്ങൾ ഈ 2ഉം 24ഉം വെട്ടിയൊക്കെ എഴുതുക കേട്ടോ. അതവിടെ കിടന്നോട്ടെ, നമുക്കത് അങ്ങനെ തന്നെ കിടക്കുന്നതാണ് സൗകര്യം. അപ്പം രണ്ട് ഫ്രാക്ഷൻസിൻ്റെ പ്രോഡക്റ്റ് എടുക്കുക എന്ന് വെച്ചാൽ പ്രോഡക്റ്റാണ്. ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുക, ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുക.
അഡീഷനും സബ്ട്രാക്ഷനും ഒക്കെ വരുമ്പോഴാണ് LCM എടുത്ത് സിംപ്ലിഫൈ ചെയ്യുന്നത്. പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ഒന്നും ചിന്തിക്കുന്ന ന്യൂമറേറ്ററായ 2 ഉം 7 മൾട്ടിപ്ലൈ ചെയ്യുക. 2 ഉം 7 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 14 വരും. ഡിനോമിനേറ്ററായ 11 24 മൾട്ടിപ്ലൈ ചെയ്യുക. ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 11 24 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 264 കിട്ടും. 264. ഇനി നമ്മൾ LCM എടുക്കാൻ പോവാം. ന്യൂമറേറ്ററിനും LCM എടുക്കണം, ഡിനോമിനേറ്ററിനും LCM എടുക്കാം. ന്യൂമറേറ്റർ നോക്കുക, ഇത് മാത്രം നോക്കുക. 2/11 7/24 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഡിനോമിനേറ്ററിൽ 11 × 24 വരും. 11 × 24 ഡിനോമിനേറ്റർ ഇതുണ്ടോ, രണ്ടെണ്ണം ആഡ് ചെയ്യാനില്ലേ? ആഡ് ചെയ്യുമ്പോൾ LCM എടുത്ത് സിംപ്ലിഫൈ ആണ്. ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്ത് 11 × 24, 11 × 24. പിന്നെ ന്യൂമറേറ്റർ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ക്രോസ് 2 × 24, 2 × 24 48 വരും. പ്ലസ് അടുക്ക് പ്ലസ് അല്ലേ, പ്ലസ് വരും. 7 × 11, 7 11 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 77 വരും. ന്യൂമറേറ്റർ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ അത്രയും വരും. ഡിനോമിനേറ്റർ സിംപ്ലിഫൈ ചെയ്യുക. ഡിനോമിനേറ്റർ 1 ഉം 264 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 264 വരും. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 1 × 264 264. നടുക്ക് മൈനസ് ആണ്, മൈനസ് 14 × 1 14. അതായത് ടാൻ ഇൻവേഴ്സ് ഓഫ് 48 ഉം 77 കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 48 ഉം 77 കൂടെ ആഡ് ചെയ്യുമ്പോൾ 125 വരും. ബൈ 11 × 24 എന്ന് പറയുമ്പോഴത്തേക്കും 264 വരും. 264 ഹോൾ ഡിവൈഡ് ബൈ 264 നിന്ന് 14 കുറയ്ക്കുമ്പോൾ 250 ബൈ 264. കണ്ടോ, കോമൺ ഡിനോമിനേറ്റർ ആണ്, അത് വെട്ടിപ്പോക്കോളും. 264 കോമൺ ഡിനോമിനേറ്റർ ആണ്, വെട്ടിപ്പോക്കോളും. ബാക്കി മിച്ചമുള്ള എടുത്തെഴുതുക. ടാൻ ഇൻവേഴ്സ് ഓഫ് 125 ബൈ 250. മേളിൽ 125, താഴെ 250. 125 250 മെട്ടാൻ മതി. ഇവിടെ 1 ഇവിടെ 2 വരും. 125 × 2 അല്ലേ 250. അപ്പോൾ ആൻസർ ടാൻ ഇൻവേഴ്സ് ഓഫ് 1/2 വരും. കണ്ടോ, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നതോ അതല്ലായിരുന്നോ? ടാൻ ഇൻവേഴ്സ് 2/11 പ്ലസ് ടാൻ ഇൻവേഴ്സ് 7/24 = ടാൻ ഇൻവേഴ്സ് 1/2. അപ്പോൾ ആൻസർ ആയി. വളരെ എളുപ്പമാണ്. ശരിക്കും ആ റിസൾട്ട് ഉപയോഗിക്കുന്നു. പിന്നെ ഇവിടെ സിംപ്ലിഫിക്കേഷൻ, ഈ സിംപ്ലിഫിക്കേഷൻ നമ്മൾ പണ്ട് പഠിച്ചതാണ്. ആ രീതിയിൽ സിംപ്ലിഫൈ ചെയ്താൽ മതി, ആൻസർ കിട്ടും. ഇത് ചെയ്ത് പഠിച്ചോളാം. ഇത് എല്ലാ പ്രാവശ്യം ചോദിക്കാറുണ്ട്. 4 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ചെയ്ത് പഠിച്ചോളാം. അടുത്തൊരു ക്വസ്റ്റ്യൻ. പ്രൂവ് ദാറ്റ് 2 tan inverse 1/2. 2 tan inverse 1/2 plus tan inverse 1/7 equal to tan inverse 31/17. ബ്രാക്കറ്റ് ഇടാതിരിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ, അത് കുഴപ്പമില്ല. ഇട്ടാലും കുഴപ്പമില്ല, ഇട്ടില്ലേലും കുഴപ്പമില്ല. 2 tan inverse 1/2 plus tan inverse 1/7 equal to tan inverse 31/17. അങ്ങനെയാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇവിടെ ഒരു പ്രശ്നം, ഇവിടെ ഈ 2 ഇല്ലായിരുന്ന കുഴപ്പമില്ലായിരുന്നു. ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ ഫോമില 2 കൂടെ ഉണ്ട്. അപ്പം 2 ടാൻ ഇൻവേഴ്സ് എക്സ് ആ ഫോമിൽ വന്നു. അപ്പം നമുക്ക് ആ 2നെ അവിടെ നിന്ന് കളഞ്ഞാൽ നമുക്ക് ആ റിസൾട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പം ആദ്യം നമുക്ക് 2 ടാൻ ഇൻവേഴ്സ് 1/2 മാറ്റണം. അതിനൊരു പ്രോപ്പർട്ടി പഠിച്ചതല്ലേ, 2 ടാൻ ഇൻവേഴ്സ് എക്സ്. റിസൾട്ട് ഓർക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞായിരുന്നു അത് പഠിപ്പിച്ചപ്പോൾ 2 ടാൻ ഇൻവേഴ്സ് എക്സിനെ ആ ടാൻ ഇൻവേഴ്സിലേക്ക് മാറ്റുന്നത്, അത് വെച്ച് പ്രോബ്ലം ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞായിരുന്നു. ഓർക്കുന്നുണ്ടോ? 2 ടാൻ ഇൻവേഴ്സ് എക്സിന് 3 ഇക്വേഷൻ ഉണ്ട്. അതിൽ ടാൻ ഇൻവേഴ്സിൻ്റെ ഇക്വേഷൻ ടാൻ ഇൻവേഴ്സ് ഓഫ് 2x/1 - x². ഇത് നമ്മൾ പഠിച്ചതാണ് അല്ലേ? അപ്പം നമ്മളിവിടെ പുട്ട് x = എക്സിന് പകരം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 2 ടാൻ ഇൻവേഴ്സ് 1/2 അല്ലേ? 2 ടാൻ ഇൻവേഴ്സ് 1/2. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് 1/2 ആക്കിയാൽ മതി. പുട്ട് x = 1/2. അപ്പം 2 ടാൻ ഇൻവേഴ്സ് 1/2 = ഇവിടെ അതുപടി കൊടുക്കുക. ടാൻ ഇൻവേഴ്സ് ഓഫ് 2 × 1/2 ഹോൾ ഡിവൈഡ് ബൈ 1 - 1/2ൻ്റെ സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് 2 × 1/2 സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1 വരും, ഹോൾ ഡിവൈഡ് ബൈ 1 - 1/2ൻ്റെ സ്ക്വയർ 1/4. ഇവിടെ നമുക്ക് LCM എടുത്ത് സിംപ്ലിഫൈ ചെയ്യാം. ടാൻ ഇൻവേഴ്സ് ഓഫ് 1 ഹോൾ ഡിവൈഡ് ബൈ 4 LCM എടുക്കുമ്പോൾ 4 - 1/4. അല്ലെങ്കിൽ നമുക്ക് അത് 1 ന് 4 കുറച്ചാൽ എത്ര വരുന്നത്? 3/4 3/4 വരും. അപ്പോൾ ആ രീതി വേണേൽ എഴുതാം. അപ്പം ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് 1 ഹോൾ ഡിവൈഡ് ബൈ 3/4 വരും. 1 ഡിവൈഡ് ബൈ 3/4 എന്താണ്? ടാൻ ഇൻവേഴ്സ് ഓഫ് തിരിച്ചെഴുതിയാൽ മതി 4/3. 3/4ൻ്റെ റെസിപ്രോക്കൽ അല്ലേ 4/3. അപ്പം നമുക്ക് കിട്ടി 2 ടാൻ ഇൻവേഴ്സ് 1/2 പകരം ടാൻ ഇൻവേഴ്സ് 4/3 കിട്ടി. കണ്ടു?
2 tan inverse 1/2 സ്ഥാനത്ത് tan inverse 4/3 നമുക്ക് കിട്ടി. അപ്പോൾ ഇനി നിങ്ങൾക്ക് 2 tan inverse 1/2 വരെ tan inverse 4/3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അത് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. കണ്ടോ, 2 പോയി, വെളി കടന്ന 2 പോയിട്ട് tan inverse ഓഫ് എന്നായിട്ട് മാറി. അപ്പോൾ ഇനി നമുക്ക് ആ റിസൾട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇനി നമുക്ക് ഒന്നുകൂടെ ആ ക്വസ്റ്റ്യൻ എഴുതാം. tan inverse 1/2 plus tan inverse 1/7 equal to 2 tan inverse 1/2 സ്ഥാനത്ത് നമുക്ക് ഇപ്പോൾ കിട്ടിയ tan inverse 4/3 കൊടുക്കുന്നു. tan inverse 4/3 കൊടുക്കുന്നു പ്ലസ് tan inverse 1/7 അതുപോലെ തന്നെ tan inverse 1/7. അപ്പോൾ നോക്കിയേ, നമ്മുടെ ഇക്വേഷൻ്റെ ഫോമിൽ വന്നില്ലേ, tan inverse x പ്ലസ് tan inverse y ഫോമിലേക്ക് വന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ കൊടുക്കുന്നു tan inverse x പ്ലസ് tan inverse y. അതിൻ്റെ ആൻസർ tan inverse ഓഫ് x പ്ലസ് y ബൈ 1 മൈനസ് എക്സ് വൈ ഇങ്ങനെ വന്നു. നമ്മൾ വാല്യൂസ് കൊടുക്കുന്നു. എക്സിന് പകരം 4/3, വൈക്ക് പകരം 1/7. അപ്പം tan inverse ഓഫ് എക്സിന് പകരം നമ്മൾ എക്സിൻ്റെ സ്ഥാനത്ത് ഈ 4/3 കൊടുക്കുന്നു. 4/3 പ്ലസ് ഈ വൈയുടെ സ്ഥാനത്ത് 1/7 കൊടുക്കുന്നു ബൈ 1 മൈനസ് 4/3 ഇൻറ്റു 1/7. നമ്മൾ ഇതിന് മുമ്പേ സിംപ്ലിഫൈ ചെയ്തതുപോലെ തന്നെ സിംപ്ലിഫൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ദാറ്റ് ഈസ് ഈക്വൽ ടു tan inverse ഓഫ് ന്യൂമറേറ്റർ ഒന്നുകൂടി അതേപടി എഴുതണം. 4/3 പ്ലസ് 1/7 ഹോൾ ഡിവൈഡ് ബൈ ഡിനോമിനേറ്ററിലെ 1നെ 1/1 എഴുതുന്നു മൈനസ് ഇത് മൾട്ടിപ്ലൈ ചെയ്തു. 4 × 1 4, 3 × 7 21. പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്താൽ ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യും. ഇനി നമുക്ക് LCM എടുത്ത് സിംപ്ലിഫൈ ചെയ്യാം. ദാറ്റ് ഈസ് tan inverse ഓഫ് ന്യൂമറേറ്ററിൻ്റെ LCM നോക്കാം. 3 × 7 21 വരും. അതിൻ്റെ ന്യൂമറേറ്റർ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 4 × 7 28. ഇവിടെ പ്ലസ് ആണ്, പ്ലസ് ഇടുക. 3 × 1 3 ന്യൂമറേറ്റർ ആയി. ഡിനോമിനേറ്റർ അതുപോലെ 1 × 21 LCM 21. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 1 × 21 21. ഇവിടെ മൈനസ് ആണ്, മൈനസ് ഇടുന്നു. 1 × 4 4 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ദാറ്റ് ഈസ് ഈക്വൽ ടു tan inverse ഓഫ് 28 പ്ലസ് 3 31 ബൈ 21 ഹോൾ ഡിവൈഡ് ബൈ 21 മൈനസ് 4 17/21. 21 കോമൺ വെട്ടിപ്പോളും. മിച്ചമുള്ള tan inverse ഓഫ് 31/70. കണ്ടോ, tan inverse ഓഫ് 31/70 കിട്ടി. ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഈ ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ പ്രത്യേകത വെച്ചാൽ ഫുള്ള് tan inverse ആണ്. ഇനി ഇത് മാറി സൈൻ ഇൻവേഴ്സും കോസ് ഇൻവേഴ്സും ഒക്കെ കയറി വരാം, മിക്സ് ചെയ്ത് വരാം. അപ്പോഴും നമ്മൾ ഈ റിസൾട്ട് വെച്ചാണ് ചെയ്യേണ്ടത്. എല്ലാത്തിനെയും tan inverseലേക്ക് മാറ്റുക. അല്ലാതെ വേറെ രീതിയിലൊക്കെ ടെക്സ്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പല പല ഇക്വേഷൻസ് കാണാതെ പഠിക്കണം. ഓരോ ക്വസ്റ്റിനും ഓരോ ഇക്വേഷൻ പഠിക്കേണ്ടി വരും. ഇതാകുമ്പോൾ ഒരു കോമൺ മെത്തേഡ് ഉണ്ട്. ആ രീതി പോലെ നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യാം. ഫുള്ള് tan inverseലേക്ക് മാറ്റുക. ഇച്ചിരി ലെങ്തിയാണ് എന്ന് വെച്ചാൽ ഒരേ സ്റ്റെപ്പ് തന്നെ 3 തവണ ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് ലെങ്തി ആവുന്നത്. പക്ഷെ മെത്തേഡ് എളുപ്പം. ക്വസ്റ്റ്യൻ ഇതാണ്. പ്രൂവ് ദാറ്റ് cos inverse 12/30 cos inverse 12/13 plus sin inverse 3/5 equal to sin inverse 56/65. കണ്ടോ, cos inverse 12/13 sin inverse 3/5 കൂടെ ആഡ് ചെയ്യുമ്പോൾ sin inverse 56/65 എന്നാക്കണം. അപ്പോൾ നമ്മൾ ഈ cos inverse 12/13 tan inverse ആക്കണം. sin inverse 3/5 tan inverse ആക്കണം. ഇതിനെ ഫുള്ള് 3നെയും tan inverse ആക്കി മാറ്റുക. tan inverse ആക്കി മാറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാൻ എളുപ്പം. tan inverse x പ്ലസ് tan inverse y ഇക്വേഷൻ എടുത്ത് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതുണ്ടോ, ഇതിനെ tan inverse ആക്കാൻ പോവാം. അതുകൊണ്ട് നമ്മൾ ഇതിനെ x എന്ന് എടുക്കുന്നു. ലെറ്റ് x ഈക്വൽ ടു cos inverse ഓഫ് 12/13. എന്നിട്ട് നമ്മൾ ഈ എക്സിനെ tan inverse ആക്കി മാറ്റി എഴുതുക. അപ്പം എക്സിൻ്റെ വാല്യൂ cos inverse ആക്കി എഴുതി അതിനെ ആ എക്സിനെ തന്നെ tan inverse ആക്കുക. അപ്പം cos inverse 12/13 tan inverse കിട്ടുന്നതും സെയിം ആയിരിക്കും. നമുക്ക് നോക്കാം. ഓക്കെ, എക്സ് cos inverse 12/13 ആണെങ്കിൽ ഉടനെ നമുക്ക് അതിനെ മാറ്റി എഴുതാമല്ലോ. എക്സ് ഈക്വൽ ടു cos inverse 12/13 ആണെങ്കിൽ ഉടനെ നമുക്ക് എഴുതാം. ദെൻ cos x ഈക്വൽ ടു 12/13. cos x ഈക്വൽ ടു 12/13. cos x എന്ന് വെച്ചാൽ അതിൻ്റെ ഇക്വേഷനാ അഡ്ജസെന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് അല്ലേ cos x. അപ്പോൾ നമ്മളിവിടെ ഒരു റൈറ്റ് ആംഗിളിൻ്റെ ട്രയാങ്കിൾ വരയ്ക്കുന്നു. ഒരു റൈറ്റ് ആംഗിളിൻ്റെ ട്രയാങ്കിൾ ABC. ഒരു ആംഗിൾ x എന്ന് എടുക്കുന്നു. ഇത് 90 ഡിഗ്രി. അപ്പോൾ
കോസെക്സാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് 12/13. അപ്പം എക്സിൻ്റെ അഡ്ജസ്റ്റൻ്റ് സൈഡ് 12ഉം ഹൈപ്പോട്ടന്യൂസ് 13ഉമാണ്. എക്സിൻ്റെ അഡ്ജസ്റ്റൻ്റ് സൈഡ് എന്ന് പറയുമ്പോൾ ഇത് BC ആണ് 12. ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുമ്പോൾ 90യുടെ ഓപ്പോസിറ്റ് 30. അപ്പോൾ നമുക്ക് ABയും കൂടെ കണ്ടുപിടിക്കാം. അപ്പോൾ AB² = പൈതഗോറസ് തിയറം വെച്ച് AB² എന്ന് പറയുന്നത് AC² - BC². ഹൈപ്പോട്ടന്യൂസിൽ നിന്ന് കുറച്ചാൽ മതി. അതായത് ദാറ്റ് ഈസ് ഈക്വൽ ടു AC². AC² 13ൻ്റെ സ്ക്വയർ മൈനസ് 12ൻ്റെ സ്ക്വയർ. 13ൻ്റെ സ്ക്വയർ 169 മൈനസ് 144 വരും. ദാറ്റ് ഈസ് 25 വരും. അപ്പോൾ AB എന്ന് പറയുന്നത് √25 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 5. നമ്മൾ x = cos ഇൻവേഴ്സ് 12/13 എന്നാണ് എടുത്തത്. അത് വെച്ചുകൊണ്ട് cos x കണ്ടുപിടിച്ചിട്ട് മൂന്നാമത്തെ സൈഡും കണ്ടു. നമുക്ക് ഇതിനെ ടാനിലേക്കല്ലേ മാറ്റിയിട്ടത്. എന്ത് തന്നാലും നമ്മൾ tan x കണ്ടുപിടിക്കും. tan x = ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ് അല്ലേ tan x. എക്സിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ 5 ബൈ അഡ്ജസൻ്റ് എന്ന് പറഞ്ഞാൽ 12. 5/12 അല്ല 5/12. therefore x എന്ന് പറയുന്നത് എന്ത് വരും? tan x 5/12 ആണെങ്കിൽ tan x = 5/12 എന്ന് കിട്ടി. therefore x എന്ന് പറഞ്ഞ ഇതിൽ നിന്ന് tan x 5/12 ആണെങ്കിൽ x = ടാനിനെ അപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ tan ഇൻവേഴ്സ് 5/12. ഇവിടെ നമ്മൾ x cos ഇൻവേഴ്സ് 12/13 എഴുതി. ആ x നമുക്ക് tan ഇൻവേഴ്സ് 5/12 എഴുതി. therefore നമുക്ക് കിട്ടി cos ഇൻവേഴ്സ് 12/13 പകരം നമുക്ക് എന്ത് കൊടുക്കാം? ഇതിൻ്റെ വാല്യൂ x. അതേ x തന്നെയാണ് tan ഇൻവേഴ്സ് 5/12. അപ്പോൾ ഇത് രണ്ടും സെയിമാണ്. cos ഇൻവേഴ്സ് 12/13ഉം tan ഇൻവേഴ്സ് 5/12ഉം സെയിമാണ്. tan ഇൻവേഴ്സ് 5/12. ഇത് നമ്മൾ അത്യാവശ്യമായിട്ട് ഇത് ഓർത്തിരിക്കേണ്ട. ഇങ്ങനെ കണ്ടുപിടിക്കുന്നത് ഈ cos ഇൻവേഴ്സിനെ tan ഇൻവേഴ്സ് ആക്കുന്ന മെത്തേഡ് പഠിക്കണം. മെത്തേഡ് ഒന്നുമില്ല. cos ഇൻവേഴ്സ് എടുത്തിട്ട് തിരിച്ച് cos x ആക്കുന്നു. ട്രയാങ്കിൾ വെച്ച് മൂന്നാമത്തെ സൈഡിൽ കണ്ടുപിടിച്ച് അതിന് tan x കണ്ടുപിടിക്കുന്നു. tan x കിട്ടിക്കഴിഞ്ഞാൽ x എഴുതാം. x = അപ്പോൾ ഇത് രണ്ടും x ആണ്. ഇത് രണ്ടും x ആണെങ്കിൽ സെയിമാണ്. അപ്പം ഇവിടെ സെയിമാണ്. അപ്പം cos ഇൻവേഴ്സ് 12/13 എന്ന് പറയുന്നത് tan ഇൻവേഴ്സ് 5/12 എന്ന് പറയുന്നത് സെയിമാണ്. രണ്ടും ഒന്നാണ്. അപ്പോൾ നമുക്ക് cos ഇൻവേഴ്സിനെ നമ്മൾ tan ഇൻവേഴ്സ് ആക്കി മാറ്റി. cos ഇൻവേഴ്സ് 12/13 തുല്യമാണ് tan ഇൻവേഴ്സ് 5/12. ഒരെണ്ണം കിട്ടി. ഇനി നമ്മൾ അതുപോലെ രണ്ടാമത്തേത് മൂന്നാമത്തേത് ഇതുപോലെ തന്നെ കണ്ടുപിടിക്കും. ഇതേ മെത്തേഡ്. അതാണ് ഞാൻ പറഞ്ഞിട്ട് ലെങ്തിയാണ്. കാരണം ഇത് ഇത്രയും വരുന്നില്ലേ? ഇത്രയും തന്നെ രണ്ടാമത്തേത് കണ്ടുപിടിക്കുമ്പോഴും വരും, മൂന്നാമത്തേത് കണ്ടുപിടിക്കുമ്പോഴും വരും. അതിന് ശേഷമാണ് നമ്മൾ ആ ഇക്വേഷൻ ഉപയോഗിക്കുന്നത്. അപ്പം അത്രയും ലെങ്തിയാണ്. ഇതേ മെത്തേഡ് തന്നെ. ഇപ്പം നമുക്ക് അടുത്തത് ചെയ്യാം. ഒരെണ്ണം കിട്ടി. നമ്മൾ അടുത്തത് ചെയ്യാൻ പോവാം. അപ്പം ആദ്യത്തേന് നമ്മൾ x എന്ന് എടുത്തതുകൊണ്ട് രണ്ടാമത്തേന് വേണേൽ y എന്ന് കൊടുക്കാം. ഒരേ ക്വസ്റ്റിൻ്റെ എൻ്റെ x എന്ന് എടുക്കണ്ട. ആദ്യത്തെ നമ്മൾ x എന്ന് കൊടുത്തില്ലേ? cos ഇൻവേഴ്സ് 12/13 x അല്ലേ കൊടുത്തു. ഒരേ പ്രോബ്ലം ഇല്ല. അടുത്തതിന് y എന്ന് കൊടുക്കാം. നെറ്റ് y = sin ഇൻവേഴ്സ് 3/4. ഉടനെ നമുക്ക് തിരിച്ചെഴുതാം. സൈൻ ഇൻവേഴ്സിനെ എത്ര കൊണ്ടുവന്നാൽ sin y = 3/5. ട്രയാങ്കിൾ വരയ്ക്കുക. ABC ഒന്നും കുഴപ്പമില്ല കേട്ടോ. ഇത് y. അപ്പം sin y എന്ന് പറയുമ്പോഴത്തേക്കും സൈൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസാണ്. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ് സൈൻ. അപ്പോൾ വൈയുടെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ AB, അത് 3 വരും. ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ 90യുടെ എതിർവശം 5 വരും. BC കണ്ടുപിടിക്കാം. BC² = AC² - AB². AC² 5² മൈനസ് 3² വരും. 25 മൈനസ് 9 16 വരും. അപ്പം BC എന്ന് പറയുന്നത് √16 4 വരും. കണ്ടു. ഇനി നമുക്ക് ഇവിടെയും ടാനാണ് എഴുതുന്നത്. എന്ത് തന്നാലും ടാനാണ് എഴുതേണ്ടത്. ടാൻ x അല്ല y ആണ്. ടാൻ y എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. അപ്പോൾ ഓപ്പോസിറ്റ് വൈയുടെ ഓപ്പോസിറ്റ് 3 ബൈ അഡ്ജസൻറ്റ് നമുക്കിപ്പം കിട്ടിയല്ലോ. BC 4 വരും. അഡ്ജസൻറ്റ് 4 3/4 വരും. therefore tan y = 3/4 അല്ലേ? therefore y എന്ന് പറയുന്നത് ടാനിനെ അപ്പുറത്തോട്ട് കൊണ്ടുപോകാം. tan ഇൻവേഴ്സ് 3/4. അപ്പോൾ നമ്മളിവിടെ y sin ഇൻവേഴ്സ് 3/5 എടുത്തു. അതേ y തന്നെ നമുക്ക് tan ഇൻവേഴ്സ് 3/4 കിട്ടി. therefore അടുത്ത റിസൾട്ട് കിട്ടി. അടുത്ത റിസൾട്ട് sin ഇൻവേഴ്സ് ഉണ്ടോ? sin ഇൻവേഴ്സ് 3/5 എന്ന് പറയുന്ന y, അത് തന്നെയാണ് tan ഇൻവേഴ്സ് 3/4. അത് രണ്ടും എടുക്കാം. sin ഇൻവേഴ്സ് 3/5 എന്ന് പറയുന്നതും tan ഇൻവേഴ്സ് 3/4 എന്ന് പറയുന്നതും സെയിമാണ്. കണ്ടോ? നമ്മൾ ആദ്യം cos ഇൻവേഴ്സിനെ tan ഇൻവേഴ്സ് ആക്കി. ഇപ്പം നമ്മൾ sin ഇൻവേഴ്സ് 3/5നെ tan ഇൻവേഴ്സ് 3/4 ആക്കി. ഇത് രണ്ടും മാറി. ഇതിലൂടെ നമുക്ക് tan ഇൻവേഴ്സ് ആക്കാം. ഇതുപോലെ തന്നെ ചെയ്താൽ മതി. അപ്പം അടുത്തത് നമ്മൾ Z എന്ന് എടുക്കുന്നു. നെക്സ്റ്റ് Z.
അപ്പോൾ ഇത് എക്സ്, ഇത് വൈ, അടുത്ത ഇസഡ്. ലെറ്റ് ഇസഡ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 56/65. നമ്മളിത് എടുത്തു. ദെയർഫോർ സൈൻ ഇസഡ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഇപ്പോൾ കൊണ്ടുവന്നാൽ സൈൻ ഇസഡ് ആകും 56/65. ഇതും ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസാണ്. ഇവിടെ ട്രയാങ്കിൾ വരയ്ക്കുക ABC. ഇത് ഇസഡ്, ഇസഡിൻ്റെ ഓപ്പോസിറ്റാണ് 56. ഹൈപ്പോട്ടന്യൂസ് 90യുടെ ഓപ്പോസിറ്റ് അത് 65. BC കണ്ടുപിടിക്കണം. BC സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ഓഫ് BC സ്ക്വയർ ഈക്വൽ റൂട്ടില്ല AC സ്ക്വയർ മൈനസ് AB സ്ക്വയർ. 65ൻ്റെ സ്ക്വയർ മൈനസ് 56ൻ്റെ സ്ക്വയർ. 65ൻ്റെ സ്ക്വയർ എത്രയാ? 65ൻ്റെ സ്ക്വയർ 4225 വരും. 4225 മൈനസ് 56ൻ്റെ സ്ക്വയർ 3136 വരും. ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 4225 3136 കുറയ്ക്കുമ്പോൾ 1089 വരും. 1089 വരും. കാൽക്കുലേറ്റർ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ BC കാണാം റൂട്ട് 1089. ഇതിൻ്റെ റൂട്ട് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് 33 എന്ന് കിട്ടും. ഇതിൻ്റെ വാല്യൂ 33. അതെല്ലാം കിട്ടും. ഇനി നമുക്ക് ഇപ്പം നമ്മൾ ഇസഡ് സൈൻ ഇൻവേഴ്സ് അല്ലായിരുന്നോ, നമുക്കിപ്പോൾ എല്ലാ സൈഡും കിട്ടി. ഇവിടെയും ടാൻ കാണുന്നു. ടാൻ ഇസഡ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ്. ഇസഡിൻ്റെ ഓപ്പോസിറ്റ് 56 ബൈ അഡ്ജസൻ്റ് 33. ദെയർഫോർ ഇസഡ് നമുക്ക് ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ ഇസഡ് അല്ലേ ഇത്, ഇസഡ് എന്ന് പറഞ്ഞാൽ ടാൻ അപ്പുറം ടാൻ ഇൻവേഴ്സ് ഓഫ് 56/33. കണ്ടോ, ഇവിടെ ഇസഡ് സൈൻ ഇൻവേഴ്സ് എടുത്തു, ഇവിടെ ഇസഡ് ടാൻ ഇൻവേഴ്സ് കിട്ടി. ദെയർഫോർ നമുക്ക് ഇസഡ് സൈൻ ഇൻവേഴ്സ് 56/65 പകരം നമുക്ക് ടാൻ ഇൻവേഴ്സ് ഓഫ് 56/33 കൊടുക്കാം. അല്ലെ ടാൻ ഇൻവേഴ്സ് 56/33 തന്നാൽ അതിന് സ്ഥാനത്ത് സൈൻ ഇൻവേഴ്സ് 56/65. പേര് തന്നാൽ നമ്മൾ ടാൻ ഇൻവേഴ്സിലേക്ക് മാറ്റുന്നു. ഈ മെത്തേഡ് ഉപയോഗിച്ച് ട്രയാങ്കിൾ വരച്ച് മൂന്നാമത്തെ സൈഡ് കണ്ടുപിടിച്ച് ടാൻ എക്സ് ടാൻ വൈയുടെ ടാൻ എക്സ് ഏതെന്ന് വെച്ചാൽ കണ്ടുപിടിച്ചിട്ട് ഇൻവേഴ്സിൽ ആക്കുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മൾ മാറ്റി. ഇപ്പോൾ ഇതെല്ലാം ഇൻവേഴ്സിലേക്ക് മാറി. ഇനി നമുക്ക് ലെഫ്റ്റ് സൈഡ് എടുത്ത് കണ്ടുപിടിക്കാം. റൈറ്റ് സൈഡ് കിട്ടുമെന്ന് നോക്കാം. ലെഫ്റ്റ് സൈഡ് എടുക്കുക. ലെഫ്റ്റ് സൈഡ് കോസ് ഇൻവേഴ്സ് 12/30 പ്ലസ് സൈൻ ഇൻവേഴ്സ് 3/5 ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 12/30 പകരം നമുക്ക് എന്ത് കൊടുക്കാം? ടാൻ ഇൻവേഴ്സ് 5/12 കൊടുക്കാം. ടാൻ ഇൻവേഴ്സ് 5/12 എന്ന് കൊടുക്കാം. പ്ലസ് സൈൻ ഇൻവേഴ്സ് 3/5 പകരം ടാൻ ഇൻവേഴ്സ് 3/4 എന്ന് കൊടുക്കാം. കണ്ടോ, ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ ഫോർമുല ഇല്ലേ? അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ കൊടുക്കുക. ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ ഫോർമുലായി. അതിന് പകരം ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് വൈ ബൈ 1 - xy എന്ന് വരും. എക്സിൻ്റെ സ്ഥാനത്ത് 5/12, വൈയുടെ സ്ഥാനത്ത് 3/4 അത് കൊടുത്താൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സിന് പകരം 5/12 പ്ലസ് വൈക്ക് പകരം 3/4 ബൈ 1 - 5/12 ഇൻറ്റു 3/4. നമ്മൾ മുമ്പേ സിംപ്ലിഫൈ ചെയ്ത പോലെ സിംപ്ലിഫൈ ചെയ്താൽ മാത്രം മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് 5/12 പ്ലസ് 3/4 ഹോൾ ഡിവൈഡഡ് ബൈ 1നെ 1/1 എന്ന് എഴുതുന്നു. മൈനസ് 5 × 3 15 ബൈ 12 × 4 48 എഴുതി. ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് LCM എടുത്ത് സിംപ്ലിഫൈ ചെയ്യാൻ പോവാണ്. ന്യൂമറേറ്ററിൻ്റെ LCM 12 × 4 48 വരും. ക്രോസ് മൾട്ടിപ്ലൈ 5 × 4 20 പ്ലസ് ആണല്ലോ 12 × 3 36 അത് കിട്ടും. ഡിനോമിനേറ്റർ 1 × 48 വരും. ഈ വാല്യൂ ഇങ്ങോട്ട് മാറ്റി എഴുതാം. സൈൻ ഇൻവേഴ്സ് 56/65 നമ്മൾ കണ്ടുപിടിച്ചത് ടാൻ ഇൻവേഴ്സ് 56/33 എന്നല്ലേ കിട്ടിയത്. അത് ബാക്കിയൊക്കെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞതാണ്. ഇതൊന്ന് മായ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുണ്ടോ 1 × 48 വന്ന് ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 1 × 48 ഇവിടെ മൈനസ് ആണ്. മൈനസ് 1 × 15 കണ്ടോ, ഇങ്ങനെ വരും. ഈ 48 കോമൺ ആയതുകൊണ്ട് വെട്ടിക്കളയാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് ബാക്കി സിംപ്ലിഫൈ ചെയ്താൽ മതി. 20 36 56 ബൈ 48 15 കുറച്ചാൽ 33 വരും. കണ്ടോ, ടാൻ ഇൻവേഴ്സ് 56/33 കിട്ടി.
ടാൻ ഇൻവേഴ്സ് 56/33 നമുക്ക് കിട്ടേണ്ടത് സൈൻ ഇൻവേഴ്സ് എന്നാണ്. അപ്പോൾ ഈ ടാൻ ഇൻവേഴ്സ് 56/33 കിട്ടി. അതിന് പകരം നമുക്ക് ഇത് കൊടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 56/64. കണ്ടോ? ആൻസർ ആയില്ലേ? ലെഫ്റ്റ് സൈഡ് എടുത്ത് ചെയ്തു, സിംപ്ലിഫൈ ചെയ്തപ്പോൾ റൈറ്റ് സൈഡ് കിട്ടി. ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ സൈൻ ഇൻവേഴ്സോ കോസ് ഇൻവേഴ്സോ ടാൻ ഇൻവേഴ്സോ ഏത് വന്നാലും ഈ രീതിയിൽ ചെയ്യുക. ഫുള്ളിനെ നമ്മൾ ടാൻ ഇൻവേഴ്സ് ആക്കുന്നു. എന്നിട്ട് ടാൻ ഇൻവേഴ്സിൻ്റെ ഇക്വേഷൻ വെച്ച് ചെയ്യും. ക്ലിയർ ആയോ? ഇത് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാനത് പല വെറൈറ്റി ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്നതേ ഉള്ളൂ. ശരിക്കും നിങ്ങൾ പഠിക്കുക. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഒന്ന് എടുക്കാം. താങ്ക് യു.